നമസ്കാരം, എല്ലാവർക്കും ടാലി ERP9 പുതിയൊരു ക്ലാസ്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട്സ് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യണം, ട്രയൽ ബാലൻസ് കാണണം. അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സ് ആയിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ നമുക്ക് ഡിസ്പ്ലേ ആകണം. ഇതെങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമ്മൾ ട്രാൻസാക്ഷനെയൊക്കെ ജേർണലൈസ് ചെയ്ത സാധനത്തിനെ ലെഡ്ജറിനകത്ത് പോസ്റ്റ് ചെയ്തു. ഈ പോസ്റ്റ് ചെയ്ത അക്കൗണ്ട്സിന്റെ ബാലൻസുകൾ യൂസ് ചെയ്തുകൊണ്ട് ട്രയൽ ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള വലിയൊരു പ്രോസസ്സാണ്. പക്ഷെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അല്ലെങ്കിൽ ടാലി ERP9 ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുക, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കിയുള്ളതൊക്കെ സിസ്റ്റം നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അപ്പൊ എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കേണ്ടത്. സോ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ശ്രീയാൻ ആൻഡ് കമ്പനിയിൽ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുകയും ലെഡ്ജറുകളിൽ നമ്മൾ എന്താണ് ട്രാൻസാക്ഷൻസ് വൗച്ചറുകൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് ട്രയൽ ബാലൻസിനകത്ത് നോക്കാം. നമ്മൾ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി, നമ്മൾ സാധാരണ കാണുന്ന മെയിൻ വിൻഡോ ഗേറ്റ് വേ ഓഫ് ടാലി എടുത്തു. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ആ ഡിസ്പ്ലേ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഡിസ്പ്ലേ മെനുവിനകത്ത് ട്രയൽ ബാലൻസ് ഉണ്ട്, ഡേ ബുക്ക് ഉണ്ട്, അക്കൗണ്ട് ബുക്സ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഓർ ഫണ്ട് ഫ്ലോ ഇൻഫർമേഷൻ ഉണ്ട്, റിസീവ്സ് ആൻഡ് പേയ്മെന്റ് നമുക്ക് കിട്ടും. ദെൻ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ അതിനകത്തുനിന്ന് ട്രയൽ ബാലൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ട്രയൽ ബാലൻസ് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രയൽ ബാലൻസ് സിസ്റ്റം തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ അതിന്റെ ടോട്ടൽ നോക്കിയാൽ, ഡെബിറ്റിന്റെ ടോട്ടൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും 20, ക്രെഡിറ്റിന്റെ ടോട്ടലും 23,200. ഇപ്പൊ നമ്മൾ ഓൾറെഡി എന്താണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെഡ്ജറിനകത്ത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രയൽ ബാലൻസ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാണണമെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഈ മെനു ബാറിലെ ഏറ്റവും ടോപ്പിൽ F1 ഡീറ്റെയിൽഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഈ F1 എന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽ സ്പ്ലിറ്റപ്പ് നിങ്ങൾക്ക് കിട്ടും. കുറച്ചു മുമ്പ് നമ്മൾ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള രൂപമാണ് കണ്ടതെങ്കിൽ ഇത് നിങ്ങൾക്ക് അതിന്റെ സ്പ്ലിറ്റപ്പ് അറിയണമെങ്കിൽ, ഫിക്സഡ് അസറ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഫിക്സഡ് അസറ്റിനകത്ത് ഫർണിച്ചർ ആണ് 2000 രൂപയുടെ ഉള്ളത്. കറണ്ട് അസറ്റ് എടുത്താൽ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് 8,200 റുപ്പീസും, ദെൻ ബാങ്ക് അക്കൗണ്ടിനകത്ത് 2,600 അവൈലബിൾ ആണ്. സെയിൽസിനകത്ത് നമ്മൾ നോക്കിയാൽ 11,000 റുപ്പീസിന്റെ സെയിൽസ് നടന്നിട്ടുണ്ട്. പർച്ചേസിൽ നോക്കിക്കഴിഞ്ഞാൽ പർച്ചേസിനകത്ത് 10,000 റുപ്പീസിന്റെ പർച്ചേസ് നടന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ കമ്മീഷൻ റിസീവ് ചെയ്തിട്ടുണ്ട് 200 റുപ്പീസിന്റെ. ഇൻഡയറക്ട് ഇൻകം കമ്മീഷൻ മാത്രമേ ഉള്ളൂ. ഇൻഡയറക്ട് എക്സ്പെൻസ് സാലറി മാത്രമേ ഉള്ളൂ 400 രൂപയുടെ. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണണമെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. വീണ്ടും കൺസോളിഡേറ്റ് കാണണമെങ്കിൽ വീണ്ടും നമ്മൾ F1 കൺസോളിഡേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലെ ടോപ്പിലുള്ള ഓപ്ഷനിൽ അവിടെ ഡീറ്റെയിൽഡും കൺസോളിഡേറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് കാണാൻ സാധിക്കും, ട്രയൽ ബാലൻസ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ദെൻ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദെൻ റിസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് കാണണമെന്ന് വിചാരിക്കുക. റിസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം റിസീവ്സ് ഉണ്ട്, എത്രമാത്രം പേയ്മെന്റ്സ് ഉണ്ടെന്നുള്ളതിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ റിസീവ്സ് ക്യാപിറ്റലിന്റെ രൂപത്തിൽ ബിസിനസ്സിലോട്ട് പൈസ വന്നിരുന്നു. ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റലിന്റെ രൂപത്തിൽ 12,000 വന്നു, സെയിൽസിന്റെ രൂപത്തിൽ 11,000 റുപ്പീസ് വന്നു, ഇൻഡയറക്ട് ഇൻകം ആയിട്ട് 2,000 റുപ്പീസ് വന്നു. അതുപോലെ പേയ്മെന്റ് ഏതൊക്കെ നടത്തിയെന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ ഒരു 2,000 റുപ്പീസ്, അതുപോലെ തന്നെ പർച്ചേസ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10,000, ഇൻഡയറക്ട് എക്സ്പെൻസ് ഒരു 400 റുപ്പീസ്, ദെൻ ക്ലോസിംഗ് ബാലൻസ് ദെൻ 10,800 റുപ്പീസ്. അങ്ങനെ എന്ത് ചെയ്തു, റിസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് നമ്മൾ കാണാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ടാലിക്കകത്ത് റിപ്പോർട്ട്സ് കിടപ്പുണ്ട്. റിപ്പോർട്ട്സിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആകും. ഗേറ്റ് വേ ഓഫ് ടാലി റിപ്പോർട്ട്സിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പനിയുടെ ശ്രീയാൻ ആൻഡ് കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റും ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1,000 റുപ്പീസ് ആണ്. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 800 റുപ്പീസ് ആണ്.
അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ജസ്റ്റ് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്തു. ആ ലെഡ്ജറിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് വൗച്ചറുകളുടെ രൂപത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ നമുക്കിപ്പോൾ നോക്കിയാൽ ട്രയൽ ബാലൻസ് നമുക്ക് സിസ്റ്റം ജനറേറ്റ് ചെയ്ത് തന്നു, റെസീവ്സ് ആൻഡ് പേയ്മെന്റ് സിസ്റ്റം ജനറേറ്റ് ചെയ്ത് തന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സിസ്റ്റം ഇപ്പോൾ ജനറേറ്റ് ചെയ്യുന്നു. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വീണ്ടും ഞാൻ എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് പോയി കഴിഞ്ഞ് ബാലൻസ് ഷീറ്റ് ഗേറ്റ്വേ ഓഫ് ടാലി റിപ്പോർട്ട്സിൽ തന്നെ ബാലൻസ് ഷീറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ബാലൻസ് ഷീറ്റിന്റെ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ 12,800 ആണ് ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ ബാലൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ ലൈബിലിറ്റീസും അസറ്റും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ വീണ്ടും ഇവിടെ F1 ഡീറ്റെയിൽ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആകും. ദെൻ അതുപോലെ തന്നെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കാണാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ കൺസോളിഡേറ്റ് ആകേണ്ടത്. ദെൻ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡില് മെനുവില് F1 ഏറ്റവും ടോപ്പിൽ ഡീറ്റെയിൽ കിടപ്പുണ്ട്. ഡീറ്റെയിൽ കൊടുത്താൽ നമുക്ക് മനസ്സിലാകും. പർച്ചേസ് അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷൻസ് ഓരോന്നും സ്പ്ലിറ്റ് അപ്പ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഹ്യൂജ് ട്രാൻസാക്ഷൻസ് ഉള്ള ഒരു ഫേം ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ എടുത്ത് നോക്കിയാൽ അത് ഓരോന്നും സ്പെസിഫിക് ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. സമ്മറി അറിഞ്ഞാൽ മതിയെങ്കിൽ നിങ്ങൾ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള രൂപം നിങ്ങൾക്ക് നോക്കിയാൽ മതി. അപ്പോൾ വളരെ സിമ്പിൾ ആണ് ടാലി ERP9 നമുക്ക് അതിന്റെ അക്കൗണ്ട് റിപ്പോർട്ട്സുകൾ കിട്ടാനായിട്ട്, അല്ലെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ കിട്ടാനായിട്ട് എന്നുള്ളതാണ് ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവരും ഒന്ന് കയറി നോക്കുക. നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന കമ്പനിയുടെ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കുക, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കുക, ദെൻ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുക, റെസീവ്സ് ആൻഡ് പേയ്മെന്റ് ഇൻഫർമേഷൻ എടുത്ത് നോക്കുക. എല്ലാം ഗേറ്റ്വേ ഓഫ് ടാലിയിൽ അവൈലബിൾ ആണ്. റിപ്പോർട്ട്സിനകത്ത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസും റേഷ്യോ അനാലിസിസും ഉണ്ട്. ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ അവിടെ ട്രയൽ ബാലൻസും ഡേ ബുക്കും റെസീവ്സ് ആൻഡ് പേയ്മെന്റും ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. വീണ്ടും പുതിയ ഒരു ഇൻഫർമേഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.